This video is about Indian polity. I will do the sessions in series of different parts with clear explanations in Malayalam. In the previous video, I explained about historical background. In this video, in continuation with that, I will explain about making of the Constitution of India. Before that, please support me by subscribing this channel and please like, share and comment if you like this content. കമ്പനി റൂളിൽ തുടങ്ങി ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് വരെയുള്ള കാര്യങ്ങൾ പാർട്ട് 1-ൽ ഉൾപ്പെടുത്തിയിരുന്നു. എന്നാൽ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണത്തെപ്പറ്റിയും അതിനുവേണ്ടി നടന്ന നീക്കങ്ങളെപ്പറ്റിയുമാണ് ഈ വീഡിയോ. 1934-ൽ ഇന്ത്യയിൽ ആദ്യമായി ഒരു ഭരണഘടനാ അസംബ്ലി എന്ന ആശയം മുന്നോട്ട് വെച്ചത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ തുടക്കക്കാരനും ജനാധിപത്യവാദത്തിന്റെ വക്താവുമായ എം.എൻ. റോയി ആയിരുന്നു. 1935-ൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഇന്ത്യൻ ഭരണഘടന രൂപീകരിക്കാൻ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി വേണമെന്ന് ഒഫീഷ്യലി ഡിമാൻഡ് ചെയ്തു. സ്വതന്ത്ര ഇന്ത്യയുടെ ഭരണഘടന യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസിയുടെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിലൂടെ ആയിരിക്കുമെന്ന് 1938-ൽ ജവഹർലാൽ നെഹ്റു പ്രഖ്യാപിച്ചു. ഇതിനുശേഷം 1940-ൽ ഓഗസ്റ്റ് ഓഫർ എന്ന പേരിൽ ഈ ആവശ്യം ബ്രിട്ടീഷ് ഗവൺമെന്റ് അംഗീകരിച്ചു. എന്നാൽ കോൺഗ്രസ് ഈ ഓഫർ അക്സെപ്റ്റ് ചെയ്തില്ല. 1939 മുതൽ 1945 വരെ നടന്ന സെക്കൻഡ് വേൾഡ് വാറിൽ ബ്രിട്ടന് വളരെയധികം നഷ്ടമുണ്ടായി. ഈ യുദ്ധം ബ്രിട്ടന്റെ സാമ്പത്തിക നിലയെ കാര്യമായി ബാധിച്ചു. തുടർന്ന് ബ്രിട്ടന് ഇന്ത്യയുടെ സഹായം ആവശ്യമാണെന്ന് മനസ്സിലായതോടെ 1940-ൽ അന്നത്തെ വൈസ്രോയി ലിനിങ്തോ ഓഗസ്റ്റ് ഓഫർ പ്രഖ്യാപിച്ചു. ഇതുപ്രകാരം ഇന്ത്യക്ക് ഡൊമിനിയൻ സ്റ്റാറ്റസ് നൽകാമെന്നും സ്വന്തമായി ഭരണഘടന നിർമ്മിക്കാനുള്ള അധികാരം നൽകുമെന്നും എന്നാൽ മൈനോറിറ്റീസിന്റെ കൺസെന്റ് ഇല്ലാതെ ഭരണഘടന നിലവിൽ വരില്ല എന്നും വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ മെജോറിറ്റി ഇന്ത്യൻസിനെ നിയമിക്കാമെന്നുമുള്ള വാഗ്ദാനങ്ങൾ ഓഗസ്റ്റ് ഓഫറിൽ ഉൾപ്പെടുത്തിയിരുന്നു. ഇന്ത്യയുടെ പൂർണ്ണ സ്വാതന്ത്ര്യത്തിന് പകരം ബ്രിട്ടീഷ് കോളനി എന്ന ആശയം തന്നെയാണ് ബ്രിട്ടീഷുകാർ മുന്നോട്ട് വെച്ചത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ഈ ഓഫർ നിരസിച്ചു. ഡൊമിനിയൻ സ്റ്റാറ്റസ് കൺസെപ്റ്റ് ഈസ് ഡെഡ് ആസ് ഡൂർനൈൽ എന്നാണ് നെഹ്റുജി ഇതിനെ വിശേഷിപ്പിച്ചത്. ഇതിനുശേഷം 1942-ൽ സ്റ്റഫോർഡ് ക്രിപ്സിന്റെ നേതൃത്വത്തിൽ ക്രിപ്സ് മിഷൻ ഇന്ത്യയിലേക്ക് അയച്ചു. ഓഗസ്റ്റ് ഓഫറിന്റെ ഒരു ഫോർമലൈസ്ഡ് മാതൃകയായിരുന്നു ക്രിപ്സ് മിഷൻ പ്രപ്പോസൽ. സെക്കൻഡ് വേൾഡ് വാറിൽ ഇന്ത്യ യുദ്ധത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ യുദ്ധത്തിന് ശേഷം ഇന്ത്യക്ക് ഡൊമിനിയൻ സ്റ്റാറ്റസിനൊപ്പം കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിം ചെയ്യാനുള്ള അധികാരം നൽകുമെന്നും എന്നാൽ ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതിക്കുന്ന പ്രൊവിൻസുകൾക്ക് സെപ്പറേറ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിം ചെയ്യാനുള്ള അധികാരം കൂടി നൽകുമെന്നും ക്രിപ്സ് മിഷന്റെ പ്രപ്പോസലിൽ ഉൾപ്പെടുത്തിയിരുന്നു. പക്ഷേ ഡിഫൻസ് പവർ ബ്രിട്ടീഷുകാർ തന്നെ കൈകാര്യം ചെയ്യുമെന്നും ഇതിൽ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ക്രിപ്സ് മിഷൻ കോൺഗ്രസും മുസ്ലിം ലീഗും ഒരുപോലെ റിജക്ട് ചെയ്തു. അൺഡിവൈഡഡ് ഇന്ത്യ വേണമെന്ന ആവശ്യം മഹാത്മാഗാന്ധിയും സ്വന്തമായി പാകിസ്ഥാൻ എന്ന ആവശ്യം മുഹമ്മദ് അലി ജിന്നയും മുസ്ലിം ലീഗും ഉന്നയിച്ചു. ക്രിപ്സ് മിഷൻ ബ്രിട്ടനിലേക്ക് മടങ്ങിപ്പോയി. സ്വന്തം രാജ്യത്തെ ഡിവൈഡ് ചെയ്യാനുള്ള ബ്രിട്ടീഷുകാരുടെ നീക്കങ്ങൾക്കെതിരായും പൂർണ്ണ സ്വാതന്ത്ര്യം വേണമെന്ന ലക്ഷ്യത്തോടെയും ഗാന്ധിജി ബ്രിട്ടീഷുകാർക്കെതിരെ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് പ്രഖ്യാപിച്ചു. ഡു ഓർ ഡൈ എന്ന സ്ലോഗൻ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിന് പ്രചോദനമേകി. ഇതിനുശേഷം പെത്തിക് ലോറൻസ്, സ്റ്റഫോർഡ് ക്രിപ്സ്, എ.വി. അലക്സാണ്ടർ എന്നിവരടങ്ങുന്ന ക്യാബിനറ്റ് മിഷനെ ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് അയച്ചു. 1946 മാർച്ച് 24-ന് ഡൽഹിയിലെത്തിയ ക്യാബിനറ്റ് മിഷൻ ഇന്ത്യൻ ലീഡേഴ്സുമായി വളരെയധികം ചർച്ചകൾ നടത്തിയെങ്കിലും കോൺഗ്രസിനും മുസ്ലിം ലീഗിനും ഒരു ധാരണയിലെത്താൻ കഴിഞ്ഞില്ല. ഇതിനെ തുടർന്ന് മെയ് 1946-ന് പ്രശ്നപരിഹാരമായി ഒരു ക്യാബിനറ്റ് മിഷൻ പ്ലാൻ അവതരിപ്പിച്ചു. മുസ്ലിം ലീഗ് ജൂൺ 6-നും കോൺഗ്രസ് ജൂൺ 24-നും ഈ പ്ലാൻ അക്സെപ്റ്റ് ചെയ്തു. ക്യാബിനറ്റ് മിഷൻ പ്ലാൻ പ്രകാരം കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ ടോട്ടൽ സ്ട്രെങ്ത് 389-ഉം ഇതിൽ ബ്രിട്ടീഷ് പ്രൊവിൻസിന് 296 സീറ്റ്സും പ്രിൻസ്ലി സ്റ്റേറ്റ്സിന് 93 സീറ്റ്സും നൽകിയിരുന്നു. അതായത് അന്നത്തെ പോപ്പുലേഷൻ പ്രകാരം റഫ്ലി 1 സീറ്റ് ഫോർ എവറി മില്യൺ പോപ്പുലേഷൻ. 10 ലക്ഷം ജനങ്ങൾക്ക് ഒരു റെപ്രസെന്റേറ്റീവ് അല്ലെങ്കിൽ ഒരു സീറ്റാണ് നൽകിയിരുന്നത്. ബ്രിട്ടീഷ് പ്രൊവിൻസിന് നൽകിയിരുന്ന സീറ്റുകൾ മുസ്ലിംസ്, സിഖ് വംശത്തിൽപ്പെട്ടവർ,
ജനറൽ എന്നീ വിഭാഗങ്ങളിലായി ഡിവൈഡ് ചെയ്തിരുന്നു. മുസ്ലിംസും സിഖ്സും ഒഴികെയുള്ള വിഭാഗമാണ് ജനറൽ കമ്മ്യൂണിറ്റി. ഓരോ കമ്മ്യൂണിറ്റിയിലെയും റെപ്രസെന്റേറ്റീവ്സിനെ പ്രൊവിൻഷ്യൽ ലെജിസ്ലേറ്റീവ് മെമ്പേഴ്സ് ഇലക്ഷനിലൂടെ തിരഞ്ഞെടുത്തു. അതായത് മുസ്ലിംസിന്റെയും സിഖുകാരുടെയും ജനറൽ കമ്മ്യൂണിറ്റിയുടെയും നേതാക്കന്മാരെ അഥവാ ഓരോ വിഭാഗത്തിന്റെയും റെപ്രസെന്റേറ്റീവ്സിനെ പ്രൊവിൻഷ്യൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലെ അതത് വിഭാഗത്തിലുള്ള ആളുകൾ സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ടിലൂടെ തിരഞ്ഞെടുത്തു. എന്നാൽ പ്രിൻസ്ലി സ്റ്റേറ്റ്സിന് ഉണ്ടായിരുന്ന 93 സീറ്റ്സിലും നോമിനേഷൻ വഴിയായിരുന്നു റെപ്രസെന്റേറ്റീവ്സിനെ തിരഞ്ഞെടുത്തിരുന്നത്. അതുകൊണ്ട് തന്നെ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി പാർട്ട്ലി ഇലക്റ്റഡും പാർട്ട്ലി നോമിനേറ്റഡുമായിരുന്നു. എന്നാൽ 1946-ൽ ജൂലൈ മുതൽ ഓഗസ്റ്റ് വരെ നടന്ന ഇലക്ഷനിൽ പ്രിൻസ്ലി സ്റ്റേറ്റ്സ് ജോയിൻ ചെയ്തില്ല. അതോടെ 296 സീറ്റിലേക്ക് ഇലക്ഷൻ നടക്കുകയും 208 സീറ്റ്സിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും 73 സീറ്റ്സിൽ മുസ്ലിം ലീഗും റിമൈനിങ് 15 സീറ്റ്സിൽ മറ്റുള്ള ഗ്രൂപ്പ്സും വിജയിച്ചു. 1946 ഡിസംബർ 9-ന് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ ഫസ്റ്റ് മീറ്റിംഗ് നടന്നു. പക്ഷേ മുസ്ലിം ലീഗ് സെപ്പറേറ്റ് പാകിസ്ഥാൻ വേണമെന്ന ആവശ്യം ഉന്നയിച്ച് ഈ മീറ്റിംഗ് ബോയ്ക്കോട്ട് ചെയ്തു. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് മീറ്റിംഗിൽ 211 മെമ്പേഴ്സ് മാത്രമാണ് അറ്റൻഡ് ചെയ്തത്. ഫസ്റ്റ് മീറ്റിംഗിൽ ടെമ്പററി പ്രസിഡന്റായി സച്ചിദാനന്ദ സിൻഹയെ നിയമിച്ചു. പിന്നീട് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അസംബ്ലിയുടെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെടുകയും HC മുഖർജിയെയും VT കൃഷ്ണമാചാര്യയെയും വൈസ് പ്രസിഡന്റ്സായി നിയമിക്കുകയും ചെയ്തു. അസംബ്ലി 2 വൈസ് പ്രസിഡന്റ്സിനെ നിയമിച്ചിരുന്നു. 1946 ഡിസംബർ 13-ന് ജവഹർലാൽ നെഹ്റു കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ എന്ന പേരിൽ ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങൾ അവതരിപ്പിച്ചു. ഒബ്ജക്റ്റീവ് റെസൊല്യൂഷന്റെ മോഡിഫൈഡ് ഫോമാണ് ഇന്നത്തെ നമ്മുടെ ഭരണഘടനയുടെ പ്രിയംബിൾ അഥവാ ആമുഖം. കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ ജോയിൻ ചെയ്യാതിരുന്ന പ്രിൻസ്ലി സ്റ്റേറ്റ്സ് 1947-ലെ മൗണ്ട് ബാറ്റൻ പ്ലാനിനു ശേഷം അസംബ്ലിയിൽ ജോയിൻ ചെയ്തു. പാർട്ടീഷൻ പ്ലാൻ പ്രകാരം ഇന്ത്യയും പാകിസ്ഥാനും നിലവിൽ വന്നതോടെ മുസ്ലിം ലീഗ് മെമ്പേഴ്സ് അസംബ്ലിയിൽ നിന്നും ഒഴിവായി. അതോടെ 389-ൽ നിന്നും അസംബ്ലി സ്ട്രെങ്ത് 299 ആയി മാറി. പാർട്ടീഷന് മുൻപ് ഉണ്ടായിരുന്ന 296 പ്രൊവിൻസസ് പാർട്ടീഷന് ശേഷം 229-ഉം പ്രിൻസ്ലി സ്റ്റേറ്റ്സ് 93-ൽ നിന്നും 70-യുമായി മാറി. അസംബ്ലി കോൺസ്റ്റിറ്റ്യൂഷണൽ ആൻഡ് ലെജിസ്ലേറ്റീവ് ഫംഗ്ഷൻസ് വ്യത്യസ്ത ദിവസങ്ങളിൽ ചെയ്തിരുന്നു. കോൺസ്റ്റിറ്റ്യൂഷണൽ ഫംഗ്ഷൻസ് നിർവഹിക്കുമ്പോൾ ചെയർമാൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദും ലെജിസ്ലേറ്റീവ് ഫംഗ്ഷൻസ് നിർവഹിക്കുമ്പോൾ ചെയർമാൻ GV മൗലങ്കറും ആയിരുന്നു. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ പാർലമെന്റ് എന്നാണ് അസംബ്ലിയെ വിശേഷിപ്പിക്കുന്നത്. സ്വന്തമായ ഭരണഘടന നിലവിൽ വരുന്നതുവരെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ആണ് അഡോപ്റ്റ് ചെയ്തിരുന്നത്. അതിനാൽ ഭരണഘടനാ നിർമ്മാണത്തിന്റെ വിവിധ പ്രവർത്തനങ്ങൾക്കായി കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി നിരവധി കമ്മിറ്റികൾ രൂപീകരിച്ചു. 8 മേജർ കമ്മിറ്റികളും 13 മൈനർ കമ്മിറ്റികളും ഇതിൽ ഉൾപ്പെട്ടിരുന്നു. ഡോക്ടർ BR അംബേദ്കറിന്റെ നേതൃത്വത്തിലുള്ള 7 മെമ്പർ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ആയിരുന്നു ഇതിൽ പ്രധാനം. ഡോക്ടർ BR അംബേദ്കർ ഇഷ്യൂ ചെയ്ത കോൺസ്റ്റിറ്റ്യൂഷന്റെ ഫൈനൽ ഡ്രാഫ്റ്റിന്റെ ഫസ്റ്റ് റീഡിംഗ് 1948 നവംബർ 4 മുതൽ നവംബർ 9 വരെയും സെക്കൻഡ് റീഡിംഗ് 1948 മുതൽ 1949 വരെയും തേർഡ് റീഡിംഗ് 1949-ലും ആയിരുന്നു. 1949 നവംബർ 26-ന് അഡോപ്റ്റ് ചെയ്ത ഇന്ത്യൻ ഭരണഘടനയിലൂടെ പ്രിയംബിളും 395 ആർട്ടിക്കിൾസും 8 ഷെഡ്യൂൾസും നിലവിൽ വന്നു. അതിനുശേഷം 1950 ജനുവരി 26-ന് മേജർ പാർട്ട് ഉൾപ്പെടുത്തി ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നു. 1930 ജനുവരി 26-ന് ആയിരുന്നു പൂർണ്ണ സ്വരാജ്. ആ ദിവസത്തിന്റെ ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് പരിഗണിച്ചുകൊണ്ടാണ് ജനുവരി 26 തന്നെ റിപ്പബ്ലിക് ഡേ ആയി തിരഞ്ഞെടുത്തത്.
1929 ഡിസംബർ 19 ലാഹോർ സെഷനിൽ ജവഹർലാൽ നെഹ്റു പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ചു. പൂർണ്ണ സ്വരാജ് എന്നാൽ പരിപൂർണമായ സ്വാതന്ത്ര്യം. രാജ്യത്തെ കോൺഗ്രസ് പ്രവർത്തകരോടും ഇന്ത്യൻ ദേശീയവാദികളോടും പൂർണ്ണ സ്വരാജിനു വേണ്ടി പ്രവർത്തിക്കാൻ നെഹ്റു ആഹ്വാനം ചെയ്തു. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൽ നിന്നും സ്വതന്ത്രമായ സ്വയംഭരണാവകാശം നേടുന്നതിനുള്ള പ്രഖ്യാപനമായിരുന്നു ഇത്. ഇതിനോടനുബന്ധിച്ച് 1929 ഡിസംബർ 31 ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ ദേശീയ പതാക ലാഹോറിലെ രവി നദിക്കരയിൽ ഉയർത്തി. ജനുവരി 26 റിപ്പബ്ലിക് ദിനമായി ആഘോഷിക്കാൻ ആഹ്വാനം ചെയ്തു. കൂടാതെ അന്നേ ദിവസം പൊതു ഇടങ്ങളിലും മറ്റും ത്രിവർണ പതാക ഉയർത്താനും ജനങ്ങളോട് ആവശ്യപ്പെട്ടു. ഈ ദിവസത്തിന്റെ ഓർമ്മയ്ക്കായാണ് ജനുവരി 26 തന്നെ റിപ്പബ്ലിക് ഡേ ആയി തിരഞ്ഞെടുത്തത്. ഡോക്ടർ ബി.ആർ. അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവെന്നും ഇന്ത്യൻ ഭരണഘടനാ ശില്പിയെന്നും മോഡേൺ മനു എന്നും അറിയപ്പെടുന്നു. നമ്മുടെ ഭരണഘടന നിരവധി ആൾക്കാരുടെ അശ്രാന്ത പരിശ്രമത്തിലൂടെ നിലവിൽ വന്നതാണ്. എന്നാൽ നിരവധി ആളുകൾ ഭരണഘടനാ അസംബ്ലിയെ ക്രിട്ടിസൈസ് ചെയ്തിരുന്നു. നോട്ട് എ റെപ്രസെന്റേറ്റീവ് ബോഡി, അതായത് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിലെ മെമ്പേഴ്സ് ഡയറക്റ്റ് ഇലക്ഷൻ വഴിയല്ല തിരഞ്ഞെടുക്കപ്പെട്ടത്. അതുകൊണ്ട് തന്നെ അവർ റെപ്രസെന്റേറ്റീവ് ബോഡി ആയിരുന്നില്ല എന്നതാണ് ക്രിറ്റിസിസം. നോട്ട് എ സോവറിൻ ബോഡി, കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ബ്രിട്ടീഷുകാരുടെ നിർദ്ദേശപ്രകാരം രൂപപ്പെട്ടതാണെന്നും അസംബ്ലിയുടെ ഫസ്റ്റ് മീറ്റിംഗ് ബ്രിട്ടീഷുകാരുടെ അനുവാദത്തോടെയാണ് നടന്നതെന്നും അതിനാൽ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി സോവറിൻ ബോഡി അഥവാ പരമാധികാരമുള്ള സമിതി അല്ല എന്നുമാണ് ക്രിട്ടിസൈസ് ചെയ്യുന്നത്. ടൈം കൺസ്യൂമിംഗ്, അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ 4 മാസം കൊണ്ട് പൂർത്തീകരിച്ചുവെങ്കിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നിർമ്മിക്കാൻ വളരെയധികം സമയം എടുത്തു എന്നതാണ് ചിലരുടെ വിമർശനം. നസറുദ്ദീൻ അഹമ്മദ് എന്ന അസംബ്ലി മെമ്പർ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ ഡ്രിഫ്റ്റിംഗ് കമ്മിറ്റി എന്നാണ് വിശേഷിപ്പിച്ചത്. എന്തൊക്കെ ക്രിറ്റിസിസം ഉണ്ടായാലും നമ്മുടെ ജനങ്ങൾക്ക് സ്വാതന്ത്ര്യം ഉറപ്പാക്കാനും ജനാധിപത്യ ഇന്ത്യയിൽ നല്ല ഒരു ഭരണം നിലനിർത്താനും വേണ്ടിയാണ് അംബേദ്കർ അടക്കമുള്ള മഹത് വ്യക്തികൾ അധികം സമയം ചിലവിട്ട് സ്വതന്ത്രമായ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ നിർമ്മിച്ചത്. ഡോമിനേറ്റഡ് ബൈ കോൺഗ്രസ്, കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ കോൺഗ്രസ് നേതാക്കൾ ആയിരുന്നു മുന്നിട്ട് നിന്നത്. ഇന്ത്യ വാസ് കോൺഗ്രസ് എന്നും കോൺഗ്രസ് വാസ് ഇന്ത്യ എന്നുമാണ് ഗ്രാൻവിൽ ഓസ്റ്റിൻ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയെ വിശേഷിപ്പിച്ചത്. ലോയർ പൊളിറ്റീഷ്യൻ ഡോമിനൻസ്, സാധാരണക്കാർക്ക് മനസ്സിലാവാത്ത രീതിയിൽ കോംപ്ലിക്കേറ്റഡ് ലാംഗ്വേജ് ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ ലോയേഴ്സ് ആൻഡ് പൊളിറ്റീഷ്യൻസ് ഡോമിനേറ്റ് ചെയ്തതിനാലാണ് എന്നതാണ് ചിലരുടെ വിമർശനം. ഡോമിനേറ്റഡ് ബൈ ഹിന്ദുസ്, ചിലർ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയെ ഹിന്ദു ഡോമിനേറ്റഡ് ബോഡി എന്ന് വിശേഷിപ്പിച്ചു. വിസ്കൗണ്ട് സൈമൺ ബോഡി ഓഫ് ഹിന്ദുസ് എന്നും വിൻസ്റ്റൺ ചർച്ചിൽ റെപ്രസെന്റഡ് ബൈ വൺ മേജർ കമ്മ്യൂണിറ്റി എന്നും കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയെ വിശേഷിപ്പിച്ചു. എന്നാൽ ഒരു കാര്യം നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ബ്രിട്ടീഷുകാർ കമ്മ്യൂണൽ ഇലക്ടറേറ്റ് കൊണ്ടുവരികയും അവരുടെ നയതന്ത്രത്തിലൂടെ ഇന്ത്യ പാക് വിഭജനം നടത്തുകയും അവസാനം ഹിന്ദു ഡോമിനേറ്റഡ് ബോഡി എന്ന് അവർ തന്നെ വിശേഷിപ്പിക്കുകയും ചെയ്യുന്നു.